അപ്പോൾ ഗൈസ് മിന്നുവിൻ്റെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. ഇവിടുന്ന് ഓരോന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വേഗമൊക്കെ വെക്കുകയാണ്. ഇത്രയും സാധനമൊക്കെ കൊണ്ട് ഒരാഴ്ച നിൽക്കാനാണോ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് 1-2 ദിവസം അതെന്തായാലും പോവുകയല്ലേ, അതിനുള്ള സജ്ജീകരണമാണ് ഇത്. ബേക്കറി സാധനം പഴം എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. നാളെ എല്ലാ വീഡിയോ ഒന്നും എല്ലാവരും കാണലുണ്ടാവില്ല നമുക്കറിയാം. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവയ്ക്ക് വേണ്ടി പറയാം. എവിടെയും ബേഗലെടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഒന്ന് പോവുകയാണ് കേട്ടോ. പോകുന്നതിൻ്റെ ഉദ്ദേശം വാവേന സാറിനൊന്ന് കാണിക്കുക, പിന്നെ നമ്മളെ സ്റ്റാഫുകളൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ്. ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ഹോസ്പിറ്റലാണ്. നമ്മളവിടെ ഏകദേശം പ്രസവം വരെ നിന്ന ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ ഒരുപാട് നമ്മളോട് മിന്നുവിനെ തന്നെ ഈ കാഴ്ച പരിമിതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത സിസ്റ്റേഴ്സാണ്. ക്യൂ നിൽക്കാണ്ട് ഉള്ള ബുദ്ധിമുട്ട് അറിയാലോ. ക്യൂ നിൽക്കാൻ ഹെൽപ്പ് ചെയ്തോലുണ്ട്. അതല്ലാണ്ട് സാറായാലും എന്ത് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും സാർ അടുത്ത മെയിൻ ഡോക്ടറല്ല, എന്നിട്ട് പോലും ഞങ്ങളോട് കാണിച്ച ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സ്നേഹം, അതിന് വാക്കുകളില്ല. അപ്പോൾ സാറ് കുഞ്ഞിനെ കണ്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. ഡെലിവറി സമയത്ത് സാർ അവിടെ ഇല്ലേനു. പിന്നെ ഞങ്ങളിങ്ങനെ പോരുകയും ചെയ്ത്, പിന്നെ ഞങ്ങൾക്ക് ഇതുവരെ പോകാനും ആയില്ല. അപ്പോൾ 1 വയസ്സൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിന്. ഇപ്പോൾ 1 വയസ്സ് 3 മാസമായി. അപ്പോൾ എന്തായാലും വാവനെ കൊണ്ട് അവിടെ ഒന്ന് പോവാം. നമ്മളത്രയും സ്നേഹിച്ച് അത്രയും രീതിയിൽ നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്ത് നമ്മളെ കൂടെ നിന്ന സ്റ്റാഫുകളെ ഇതാര് നീ പോയിക്ക കിട്ടൂല. നമ്മളിത്രയും നല്ല രീതിയിൽ കെയർ ചെയ്ത് സ്നേഹിച്ച് അവിടെയുള്ള സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, മഹാലക്ഷ്മി മേഡവും സബൈൻ സാറൊക്കെ ഒരുപാട് ക്രിട്ടിക്കൽ സിറ്റുവേഷനിലെല്ലാം, പിന്നെ ലെങ്ത്ത് കുറഞ്ഞു പോവുക, പിന്നെ ശ്വാസം മുട്ട് പോലെ, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ ഫ്ലൂയിഡ് കുറഞ്ഞു പോവുക, അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ പോലും വരാണ്ട് എന്നത് ലെങ്ത്ത് കുറവിൻ്റെയൊക്കെ വിഷയമൊക്കെ കൊണ്ടായിരുന്നു. അപ്പോൾ കിടന്ന കിടപ്പിലൊക്കെ നിൽക്കേണ്ടിയൊക്കെ വന്നു. ആ സമയത്തൊക്കെ മെൻ്റൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നതാണ്. ഇപ്പോൾ നമ്മളൊരു നന്ദി കേടായിരുന്നല്ലോ. വലുതായിട്ട് കുഞ്ഞിനെ കൊണ്ട് അവിടെ പോകാമെന്ന് പറയുമ്പോൾ അതിന് വലിയ സന്തോഷമൊന്നും ഉണ്ടാകില്ലല്ലോ. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമുക്കും ഭയങ്കര സന്തോഷമാണ്. 1 വർഷം നിന്ന് ഒരു നൊസ്റ്റാൾജിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം ഒരു 200 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഉമ്മയും ഉപ്പയും വരുന്നുണ്ട്. വണ്ടിയിൽ ഇങ്ങനെ സാധനമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈമ്പാവും അങ്ങ് എത്താൻ കേട്ടോ. എന്തായാലും ഈ പഴമെല്ലാം എനിക്ക് തിന്നാനുള്ളതാണ്. വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പിൽ ഓരോ പഴം കുത്തിക്കയറ്റുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. അപ്പോൾ ഗൈസ് നിങ്ങളിത് ഇറങ്ങുകയാണ് കേട്ടോ. എമ്മിക്കുട്ടനെ ഉറങ്ങിപ്പോയിക്ക്. വേറൊന്നും വെക്കാനില്ലല്ലേ? അന്ന് ചെറിയ ഉപ്പിയിൽ കുറച്ച് വെള്ളം മന്ത്രിച്ചതാറ്റാ. വണ്ടി നല്ലോണം മൂടി വെക്കുകയാണല്ലേ. എന്നാ ഇന്ന കാര്യക്കട ഓരോ പറഞ്ഞിട്ടുള്ള. അപ്പൊ സാറയിച്ചൊക്കെ പരിപ്പോടേ മാണ്ടോന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു കടയിൽ നിർത്തിയതാ. അല്ലെ പിന്നെ മുട്ടാച്ചിയാ. ഇതാണ് താത്താ മികുട്ടോ കേട്ടോക്കെ. എന്നാ എന്താ ഡോർ തുറക്കണ്ടേ മികുട്ടാ? മികുട്ടാ ഇതെന്താ ലോക്ക്? ചൈൽഡ് ലോക്ക് അറ്റൻഡ് ചെയ്തതാണോ? എടപ്പാളെത്തി. പണ്ട് ഞാൻ എടപ്പാളെത്തുമ്പോ ഒരു സമാധാനാന്ന് അറിയാം. പണ്ട് കാറിൽ വരുമ്പോ ഇവിടെ എത്തി നോക്കിയോള് എടപ്പാള് എന്ന് പറയാൻ പറ്റും. സഭയിന്ന് കണ്ടേ ഞങ്ങളെ എടപ്പാളാണ്. അത്രയും ആൾക്ക് വളരെ ശ്രദ്ധിച്ചിക്ക്. ഇപ്പൊ കഴിച്ച് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. സമയം 10 മണിയായിക്ക്. മധുര ഇഡ്ലിക്കട. അപ്പോൾ ഗൈസ് ഇത് നമ്മളെ വടക്കാഞ്ചേരിക്കാരെ കടയാ പോലും. നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ടീമാട്ടോ. ഓക്കെ, മധുരൈ ഇഡ്ലിക്കട. ഇതിലോട്ട് പോകുന്നവര് ഇതെവിടെയാണ് സ്ഥലം പറഞ്ഞ പോലെ തൃശ്ശൂരെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. കൊടകര എത്തുന്നതിന് മുമ്പേനും
സ്ഥലം മറന്നു എല്ലാം കൂടെ. എന്തായാലും ഇവ പോകുന്ന പോലൊക്കെ എന്നാ പോവല്ലേ? മൂപ്പര് നമ്മളെ വീഡിയോ എല്ലാം കാണുന്നതാണ് പോലും. ആ അതാ പറഞ്ഞേ. എന്നാ പോവാ. അപ്പൊ ഗൈസ് നമ്മളിതാ സഭയിലെത്തിയിട്ട് അവിടെ എന്തെല്ലാം മാറ്റം, പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളെ പഴയ പാർക്കിംഗ് ഒക്കെ പോയി, ഒക്കെയോ മാറ്റങ്ങളുണ്ട്. ഇവരോട് വിളിച്ച റിസപ്ഷൻ ഇവിടെ അല്ലേനാ, സെക്യൂരിറ്റിനോട് ചോദിച്ചാൽ മനസ്സിലാവല്ലേ സബൈൻ സാർ ഇവിടെ ഉണ്ടോന്ന്. അപ്പോൾ ഗൈസ് ഉമ്മ ലേശോ പിന്നെ കുയ്യപ്പം പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. അത് നേരം വെളുക്കുമ്പോഴൊക്കെ ബടക്കായി പോകുന്ന മറ്റേ എനക്കും പോലും 2 എണ്ണം തരുന്നില്ല. അത് സബൈൻ സാർ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് റിസപ്ഷനിൽ. അപ്പോൾ ഉണ്ടെങ്കിൽ സാറിന് ഇപ്പം കൈയോടെ കൊടുക്കണം, ഇല്ലേ ബടക്കായി പോകും. എന്നാൽ വേടിക്ക് നിങ്ങളാരും വരുന്നില്ലല്ലോ. എന്നിട്ട് നാളെ കാണല്ലേ. എന്തായാലും രാത്രി 1 മണിയായി കറക്റ്റ്. ഇപ്പോൾ കുയ്യപ്പം കൊടുത്തങ്ങ് പോവുക. ഈ പൊലച്ചക്ക് സാറ് കുയ്യപ്പം തിന്നായിക്കില്ലേ, അതാണ് ലേറ്റായി പോയിക്ക്. റിസപ്ഷനിൽ ഏൽപ്പിച്ചതാണ് കേട്ടോ കുയ്യപ്പം. സാറ് വന്ന് വാങ്ങിക്കോളാന്ന് പറഞ്ഞു. സാർ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലെങ്ങാനുള്ള. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ റൂമിലേക്ക് പോവാം. നമ്മൾ പണ്ട് നിന്ന ഒരു റൂമുണ്ട്, റിയാസ് ഖാൻ ഓർമ്മയില്ലേ? പിന്നെ നമ്മൾ റിയാസ് ഖാൻ്റെ വീട്ടിൽ കുറേ നിന്നില്ലേനോ, അപ്പോൾ അവിടത്തേക്ക് തന്നെ പോകുന്നത്. റിയാസ് ഖാൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ആദ്യം നിന്ന് അവിടെയും അവിടത്തേക്ക് പോവാണ്. നാടെയാണ് സ്റ്റേ ഒക്കെ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടാണ്, റൂമിലെത്തി. ഇവിടെയാണ് നമ്മൾ നിന്നത്. റിയാസ് ഖാൻ്റെ വീട് അതാ. രാത്രി ഇപ്പോൾ ഉറക്കെ പറയാനൊന്നും ആകില്ല. അപ്പം നമുക്ക് എന്നാൽ നാളെ കാണാം. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ആണോ അല്ല നമ്മളെ അടുക്കളയുടെ കോല നമ്മളൊരു മാസത്തേക്ക് വന്നേ അവിടെ എമ്മിക്കുട്ടാ. ഇത് നോക്കി നോക്ക്, ഫുള്ള് ചായപ്പൊടിയും പഞ്ചാരയും എല്ലാം എടുത്താ വന്ന കേട്ടോ. ഇങ്ങനെയാ മോനെ, ഇങ്ങി വാ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. എല്ലാം തീർന്നു പോയി പറഞ്ഞേ കടയില്. കുറച്ച് കഴിയുമ്പോയാ പഴം വാങ്ങിയാ നന്നായിക്ക്. എന്ത് അപ്പോൾ ഗൈസ് വിഭവ സമൃദ്ധമായ നാടൻ ഊണ്. പിന്നെ ഒരു ബിരിയാണി എന്നാണ് എന്നതിന് ആഗ്രഹം. പക്ഷെ ഹോട്ടല് തുറന്നില്ല, സാരമില്ല. അല്ല ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് അവിടെ ഹോട്ടൽ തുറന്നില്ല. എന്നിട്ടൊക്കെ ഇഞ്ഞാ ചെറുപ്പത്തിൽ ഞാൻ ഇവിടെ നിന്നെ എനിക്ക് അയ്യോ ഒരു ഇനിയും കൊണ്ട് ഞാൻ ഇവിടെ നിന്നെ പഴയ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പഴയ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടോക്ക്. നമ്മൾ പണ്ട് ഇവിടെ വന്നതും ഭയങ്കര രസമായിരിക്കും അത്. പണ്ട് ഇവിടെ പിന്നെ 1 വർഷം നിന്നതും അല്ലേ, റിയാസ് ഖാൻ്റെ ആ ഒരു വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ളതും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടാ മികറ്റാ. ആ വീട്ടിലേനു കേട്ടോ അവിടെ നിന്ന്. നൊസ്റ്റാൾജിയ ഗൈസ്. പിന്നെ ആ റൂമിലൊന്നും നിൽക്കപ്പറുള്ള ആദ്യം അവിടെയോ നിന്ന്, അതിനുശേഷം അടുത്തേക്ക് മാറി. അങ്ങനെ നൊസ്റ്റാൾജിയ. പിന്നെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറി കേട്ടോ. അപ്പോൾ ഗൈസ് റിയാസ്ക്ക് ഇവിടെ മറ്റേ നമ്മളെ മില്ലൊക്കെ ഇങ്ങോട്ടൊക്കെ മാറ്റി കിട്ടാ ഫുൾ സെറ്റപ്പ് ആക്കുന്നുണ്ട്. എന്നാ പോയിട്ട് വാ, ഓളെ കൂട്ടാൻ പോവാ. ഇവിടെ ആളുണ്ടോ? ആ ഈ റൂമില് നമ്മൾ നിന്നത്. ആ ഇപ്പൊ ടാക്സി ആക്കില്ലേ? അതെ ടാക്സി ആയി. അതെ ഇപ്പൊ ഓട്ടോ ഉണ്ടോ പോലുണ്ടോ? ഇപ്പം ടാക്സി ആയി. ആദ്യം പ്രൈവറ്റ് വണ്ടിയായിരുന്നു. ഇവിടെ നമ്മൾ നിന്നതൊക്കെ കേട്ടോ നക്ലാച്ചിയ. അപ്പോൾ എന്തായാലും നമുക്ക് സാറിനെ കണ്ടിട്ട് നാട്ടിലൊക്കെ പോവാന്നാ. ഇവരോട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് എറണാകുളം ലുലു മാളിലൊക്കെ ഒന്ന് കറങ്ങാമെന്ന്. പക്ഷേ ഇവർക്കൊന്നും ഒരു താല്പര്യമില്ല എവിടെയും പോകാനൊന്നും. നേരെ പുരയിൽ വേഗം എത്തുക, അവിടെ എത്തി കിടക്കാമല്ലോ പറഞ്ഞിട്ട് എന്താ. അതുകൊണ്ട് വേഗം ഇവിടുന്ന് അങ്ങ് പുരയിലെത്തുക. ഓ മിക്കുട്ടാ
ഏയ് 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 നോക്ക്. ഏയ് മികുട്ടാ ആടെ ഇപ്പൊ വീവോ. ഓയ് നോക്ക് നോക്ക്. നിങ്ങൾ ആ മന ഇങ്ങോട്ട് എടുക്ക്. മികുട്ടാ ഇതെന്താ? ആ ഇങ്ങോട്ട് ഇതാ പിന്നെ നല്ല അടി കിട്ടും എനിക്കിപ്പോ. എന്തോ എന്താ? ഞങ്ങൾ ആദ്യം കണ്ടത് ഡോക്ടർ മഹാലക്ഷ്മി മേഡത്തിനെയാണ് കേട്ടോ. മിന്നുവിൻ്റെ പ്രസവമൊക്കെ എടുത്തത്, സിസേറിയനൊക്കെ ചെയ്തത് മഹാലക്ഷ്മി മേഡമാണ്. ഭയങ്കര ടാലൻ്റ് ഉള്ളൊരു ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ ഡോക്ടർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തതാണ്. നമ്മളെ പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് കൊടുത്തതാണ്. എന്താണ് ഇവർക്കൊക്കെ കൊടുക്കുക എന്നുള്ള അപാരമായ കൺഫ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് മോനുമായിട്ട് അവിടെ പോകുക എന്നുള്ളതും അവരോടുള്ള താങ്ക്സ് പറയുക എന്നുള്ളതുമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവരുടെ അടുത്ത് തന്നെ നമ്മൾ കുറച്ച് വലുതാവാൻ വരെ കാത്തിട്ട് അവരുടെ അടുത്ത് പോയത് കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ടൈമായിരുന്നു ഇത്. താങ്ക് യു മഹാലക്ഷ്മി മാഡം. ഞങ്ങളെ ഞങ്ങളെ കെയർ ചെയ്തതിന്, നമ്മളെ സപ്പോർട്ട് ചെയ്തതിന്, പ്രഗ്നൻ്റായി നിൽക്കുന്ന സമയത്തിന് മിന്നുവിന് ധൈര്യം കൊടുത്തതിന്, ഞങ്ങളെ വാവേനെ പുറത്തെടുത്ത് ഡെലിവറി ചെയ്ത് സിസേറിയൻ ചെയ്തത് മാഡാണെന്ന് പറഞ്ഞല്ലോ. ആ ഒരു സമയത്തൊക്കെ കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ശ്വാസതടസ്സത്തിനൊരു ബുദ്ധിമുട്ട് മിന്നുവിന് വന്നതിനും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾക്കൊരു ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. മാഡം ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, ഒരുപാട് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാവട്ടെ. ഒരു നൊക്ലാച്ചിയാ അല്ലേ? ഇതാ കേട്ടാ ഇൻ്റെ അല്ല സീരിയസ് ആകുന്നേ. അത് കുഴപ്പമില്ല. ഇന്ന് പോയിക്കോ. അപ്പൊ ഗൈസ് നമ്മള് വന്നാല് റൂം തരുന്ന ഒരു മേഡായിരുന്നു ഇത്. റംലത്തെ ഇവിടെ കൊറേ ഒന്നുമില്ല അവിടെ അനക്സിലല്ലേ? അതെ റംലത്താ, നിങ്ങളൊരു 5 കിലോ കൂടിക്കല്ലോ അല്ലേ? ആ എന്താ കൂടിയ ഇല്ലല്ലേ? അതെ. അപ്പോൾ ഇവിടെ ഇപ്പം അനക്സ് ഫുള്ളാ. ആ ശരി. ഇത് മെറ്റേണിറ്റി കൗൺസിലർ ശ്രീജ മേഡാണ് കേട്ടോ. ശ്രീജ മേഡം പറയാൻ വാക്കുകളില്ല. ഡെലിവറി സമയത്ത് എനിക്കുണ്ടായ ടെൻഷൻ ഉണ്ടല്ലോ, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന അത് ഇത് എന്നിട്ട് മിന്നുവിൻ്റെ പരിമിതികളും കാര്യങ്ങളും അറിയായിരുന്നല്ലോ. ആ ഒരു സമയത്ത് കട്ടയ്ക്ക് കൂടെ നിന്നൊരു മേഡാണിത്. ഫോണിലൂടെ ആണെങ്കിലും എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്തിരുന്ന മേഡാണ് കേട്ടോ. അത് ഈ അടുത്ത് വരെ തുടരുകയും ചെയ്ത മേഡാണ്. പിന്നെ ഞങ്ങൾ പോയത് പീഡിയാട്രീഷ്യൻ ചിന്നു മേഡത്തിൻ്റെ അടുത്താണ് കേട്ടോ. ചിന്നു മേഡം പറയാൻ വാക്കുകളില്ല. ആ സമയത്ത് ഒരുപാട് ഡൗട്ട്സ് നമുക്ക് വരുമല്ലോ, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതായാലും കാര്യങ്ങളും പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനൊക്കെ ഒരു വലിയ ഹെൽപ്പായിരുന്നു. അതേപോലെ മേഡം ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് വീഡിയോസും പോസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ഡയറക്റ്റ് എപ്പം പോയാലും അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഡീലിംഗ് ആണ് കേട്ടോ. ഒരു ഡോക്ടർക്ക് ഇത്രയൊക്കെ ഫ്രണ്ട്ലി ആവാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് അത്ഭുതം തോന്നും. അത്രയും. നിങ്ങളുടെ അഭിപ്രായം എന്താ? ചിന്ന മേഡത്തിനെ കണ്ട ഓരോരുത്തർക്കും അത് അറിയാൻ പറ്റും കേട്ടോ. അവർക്ക് അത്രയും സ്നേഹമാണ് അപ്പോൾ നമ്മളോടൊക്കെ. ഈ വയസ്സിൽ എത്ര വെയിറ്റ് വേണോ? അങ്ങനെ ഈ വയസ്സിൽ 1 വയസ്സല്ലേ ഉള്ളൂ. 1 വയസ്സെന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 10 കിലോ ഒക്കെ ധാരാളം മതി. 9 മുതൽ 10 കിലോ. ഇച്ചിരി വെയിറ്റ് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലാതെ ഞങ്ങൾ നല്ല ആരോഗ്യമായിട്ട്. സന്തോഷം പുള്ളിക്ക്, ഞങ്ങളുടെ സന്തോഷം മാക്സിമം അങ്ങ്
അത് വേണ്ട. ഇനി എന്റെ സ്ഥലത്ത് എല്ലാ സാധനവും എനിക്കിപ്പോ വേണ്ടി വരും. അത് വേണ്ട. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ മുരിച്ചത് ഇത് ചിഞ്ചു. പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം. നമുക്ക് ആദ്യമായിട്ട് ഹോസ്പിറ്റൽ മൊത്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന ചിഞ്ചു കേട്ടോ. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിഞ്ചു റിസപ്ഷനിലാണ്. അപ്പോൾ ഇവരുടെ യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ചിഞ്ചു നല്ല അടിപൊളിയായിട്ട് ഡബ് മാഷൊക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര കലാകാരിയാണ് ഞങ്ങൾ. എന്തായാലും ചിഞ്ചുവിനെ അവിടുന്ന് കാണാൻ സാധിച്ചു. പിന്നെ ഇവിടെ ഇതാ മാറ്റങ്ങൾ കണ്ടില്ലേ, പുതിയ കുറേ മാറ്റങ്ങൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടേജൊക്കെ ഇനി നല്ല രീതിയിൽ മാറും. ഓന് നമ്മളെ മുടി പിടിക്കും പോലെ ഓല് കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്ത് വന്നയാ. എനിക്കിട്ടാ വേണ്ട വേണ്ട. മുടി വിട്ട ഉറ്റാതെ ഒറ്റ മുടി വിട് എമിക്കുട്ടാ. വിറ്റാലേ എന്തെങ്കിലും മുടി ഉമ്മാന്റെ മുടി പറിച്ച് ഇപ്പൊ ഇല്ല മുടി. അതെന്തിനാ? അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ സബൈൻ സാറിൻ്റെ അടുത്തെത്തിയിട്ടോ. സാർ നല്ല ബിസി ആയിരുന്നു. സാറിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് നെഞ്ചിടിക്കുക, എന്താ പറയാന്ന് അറിയാത്തൊരവസ്ഥ. സാറിന് ഗിഫ്റ്റ് കൊടുത്തതാണ്. സാറിനോടുള്ള ഒരു താങ്ക്സ് കാർഡ് പോലെ നമ്മളൊരു പ്രഗ്നൻസി സ്റ്റോറിൻ്റെ കേട്ടോ. അപ്പോൾ അത്രയും മിന്നുവിനെ കെയർ ചെയ്ത്, എന്താ പറയുക, ഇത്രയും വലിയ ഡോക്ടർ, പിന്നെ അത്രയും വലിയ ഡോക്ടറായിട്ട് പോലും അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടോ എന്ന് വരെ, അത്രയും നല്ലൊരു മനുഷ്യനാണ്, മനുഷ്യ സ്നേഹിയാണ്. വാവക്ക് ഗിഫ്റ്റൊക്കെ തന്ന് ഞങ്ങളെ ഹോസ്പിറ്റലിൽ പോയ യൂട്യൂബൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളോട് സാറ് കാണിച്ച ഒരു സ്നേഹമുണ്ട്. അതിന് വാക്കുകളില്ല. ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഞങ്ങൾക്ക് അവിടുന്ന് വേറെയും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് സാറ് വിട്ടത്. ഇവർക്കൊക്കെ ഇതൊന്ന് കാണിച്ചു കൊടുത്തിയാണ് നമ്മളൊരു പിന്നെ പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ. ഒരു ആൽബം പോലെ നമ്മൾ ഓരോ എക്സ്പീരിയൻസും അവിടെ ഫസ്റ്റ് പോയതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഈ ഹോസ്പിറ്റലും സബൈൻ സാറും ഇത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ള വേറൊരു വ്യക്തി ഞങ്ങൾക്ക് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം കാഴ്ചാപരിമിതിൻ്റെ പേരിൽ എല്ലായിടത്തുനിന്നും അവഗണനയും പരിഹാസവും, അങ്ങനെ ക്യൂ നിൽക്കുമ്പോഴായാലും ഡോക്ടേഴ്സായാലും വേഗം നടന്നോട് ആക്കിയോട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ ഇത്രയും സ്നേഹവും കെയറിങ്ങും ഞങ്ങൾക്ക് തന്ന ഒരു ഹോസ്പിറ്റലും അവിടുത്തെ ഒരു എല്ലാമായ ഇത്രയും വലിയ ഹോസ്പിറ്റലിൻ്റെ സബൈൻ സാറ്, മൂപ്പരെ പോലെയുള്ള ഒരു മനുഷ്യൻ ഞാൻ പൊക്കി പറയാമെന്നല്ല കേട്ടോ, നേരിട്ട് അനുഭവമുള്ളവർക്ക് അറിയാം. ഇതിവരുടെ പുതിയ ബ്ലോക്കാണ്. ഇനി റിസപ്ഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടത്തേക്ക് മാറും കേട്ടോ. അതിനുള്ള പണികൾ കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അശ്വതിയാണ് കേട്ടോ, സബൈൻ സാറിൻ്റെ PA ആണ്. അപ്പോൾ സാറിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ അശ്വതിയാണ് ഡീൽ ചെയ്യുന്നത്. അശ്വതിനോടൊരു വലിയ താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ എപ്പോൾ വരുമ്പോൾ അധികം ക്യൂ നിൽക്കാണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഡിഫറെൻ്റ് ഏബിൾഡായ ആളുകൾക്ക് ഒരു പ്രത്യേക പരിഗണന ഇവിടെ എന്തായാലും ഉണ്ട്. അപ്പോൾ എപ്പോൾ വന്നാലും സാറിനെ വേഗം കാണാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നതാണ്. സാറിന് ആരോഗ്യം ഉണ്ടാവട്ടെ, ഒരുപാട് വർഷം ഒരുപാട് ആളുകൾക്ക് തണലാവാൻ സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ? ഓക്കെ, ചായ കുടിച്ചോ? ഓ ശരി. സെറ്റായില്ലേ? നല്ല സ്ഥലം വന്നിക്ക്. മെഡിസിനിലുള്ള ചേച്ചിമാർ, ഇവരും പറയാൻ വാക്കുകളില്ല. ഏറ്റവും കൂടുതൽ ആ സമയത്തൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന മെഡിസിൻ വിഭാഗത്തിലായിരുന്നു കേട്ടോ.
അപ്പോൾ നമുക്ക് എല്ലാ മെഡിസിൻ്റെ ഡൗട്ടും ക്ലിയർ ചെയ്ത് പെട്ടെന്ന് തന്നെ മരുന്നുകളൊക്കെ തരുമായിരുന്നു. ഈ ചിരിക്കുന്ന രണ്ട് ചേച്ചിമാരൊക്കെ അത്രയും കമ്പനി. നമുക്ക് വന്നിട്ട് അതാ ഞങ്ങൾ മെഡിസിൻ ഒന്ന് എടുത്തു തരാമെന്ന് ചോദിച്ചാൽ മിന്നു വെയിറ്റ് ചെയ്യേണ്ട, വേഗം എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അത്രയും ഹെൽപ്പ് ചെയ്ത നഴ്സുമാരാണ് കേട്ടോ. ഇത് തന്നെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ വിജയം. ഇവിടുത്തെ സ്റ്റാഫുകളാണ്, കട്ടയ്ക്ക് നിൽക്കുന്ന സ്റ്റാഫുകൾ. എല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ് ഇവരുടെ ഈ ഒരു കോർഡിനേഷൻ കേട്ടോ. അവർക്ക് സന്തോഷം ഉണ്ടാവും, കാരണം നമ്മുടെ കൂടെ നിന്നിട്ട് അപ്പോൾ ഒരു വർഷത്തിന് ശേഷം വാവേനെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. ഡെലിവറി സമയത്ത് ഇവിടെ വന്ന് ഇപ്പോൾ വാവേനെ കൊണ്ട് വരുമ്പോഴുള്ള ആ ഒരു മൊമെൻറ്റ്, ആ ഒരു സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. കുഴപ്പമില്ല, അങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ല അല്ലേ? ആർക്കും ഞങ്ങൾക്ക് മാറ്റം, എനിക്ക് മാറ്റമുണ്ടോ? ഇല്ലല്ലോ. കുറേ നാളായി ഞാൻ വിചാരിച്ചു പ്രായമൊക്കെ ആയി കാണും. 2 വർഷമായില്ലേ? 2 വർഷമായി. മൊത്തത്തില് 2 വർഷമായില്ലേ? ഹോസ്പിറ്റലിന്റെ പണിയൊക്കെ കണ്ടു വരുമ്പോഴത്തേക്കും ഞങ്ങള് നല്ല സെൻട്രലൈസ് AC ഒക്കെ ആയിട്ട് അതെ സെറ്റായി. ഇതൊക്കെ അവിടത്തേക്ക് മാറൂലേ മൊത്തം മാറും മെഡിസിന്? അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ നമ്മുടെ പേഷ്യൻസ് ഇരിക്കുന്ന സ്ഥലം തന്നെ. ഇവിടെ ഓപ്പൺ ഫ്രണ്ട് ഇത് തന്നെ. ഇപ്പോൾ ഈ സൈഡ് പേഷ്യൻസ് ഇരിക്കുന്നത്. ഇത് മെഡിസിൻ കൊടുക്കുന്നത് അകത്ത്, ആ ബില്ലിങ് ഈ സൈഡ്. പിന്നെ കിട്ടാ നോക്കിച്ചാലേ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം രാവിലെ ആയി 6 മണി. ഞാൻ ഇന്നലെ രാത്രി അവിടുന്ന് തിരിച്ചതാ. 12 മണിക്ക് മൂവാറ്റുപുഴയിൽ നാട്ടിലേക്ക് തിരിച്ചതാ. ഇപ്പം എത്തി. ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ഉമ്മയും മുന്നേ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് കടി വാങ്ങാൻ പോയിക്കാം. ചായ എൻ്റെ ഇനിയിപ്പോൾ പുറകെ പോയിട്ട് ആക്കാനാവില്ലല്ലോ. ഇവിടെ പിന്നെ കോളേജിൻ്റെ അടുത്ത് മാറി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന നല്ല ഫ്രഷ് സാധനം ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങാൻ പോയതാ. പോയിട്ട് 10-5 മിനിറ്റ് ആയില്ലേ? ഉപ്പ ആരെയും കണ്ട കഥ പറഞ്ഞാൽ കുത്തിരിക്കൂ. എണ്ണ ഏതാ ഉപയോഗിക്കുന്ന? അപ്പോൾ പിന്നെ എന്താ പറയുക, സബൈൻ സാറിനെയും അവിടെയുള്ള എല്ലാവരെയും കണ്ട് ഒരുപാട് സന്തോഷമായി. മഹാലക്ഷ്മിയോടും മഹാലക്ഷ്മി ഡോക്ടറും സബൈൻ സാറും പിന്നെ അവിടെയുള്ള നേഴ്സുമാരും നമ്മളെല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ഓലെല്ലാം കാണുമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് അവിടെ പോയത്. അപ്പോൾ ഓല ആ സ്നേഹവും കാര്യങ്ങളും ഒരുപാട് ഹോസ്പിറ്റലിൽ നമ്മൾ പോയിക്കെങ്കിലും അവിടെ ഉള്ളത്ര ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള വേറൊരു ഹോസ്പിറ്റലില്ല കേട്ടോ. ഇപ്പോൾ സാറിനോടായാലും ഇത്ര വലിയൊരു മനുഷ്യനായിട്ടും അതിൻ്റെ ഒരു അഹങ്കാരമില്ലാത്ത ഒരാളാണ് ഈ സബൈൻ സാറ്. മൂപ്പർക്ക് അല്ല നമ്മളെല്ലാവരും അങ്ങനെയല്ല എന്തെന്നാലും എന്നിട്ട് ഒരു അത്രയും ഒരു ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ എല്ലാവരോടും ഇൻഷാ അല്ലാഹ്. പിന്നെ ഉപ്പ കടിയും വാങ്ങി പിന്നെ 6 പിന്നെ വെള്ളപ്പം അടിച്ചിട്ട് നൂൽപ്പെട്ട് 12 രൂപ പഠിച്ചാൽ മതിയാകുമോ? പിന്നെ അത് ബസ്സുകാണ്ട് ഉയർന്നുമാനുണ്ട്. കറിയൊന്നും വാങ്ങിയില്ല കേട്ടോ. ഒന്ന് കറി കടണ്ടല്ലോ നമുക്ക്. അത് മതിയാവില്ലേ? ചപ്പാത്തിയാണോ അവർക്കോ? വേണ്ട അത് മതി. ഇതെല്ലാം ഇത് ഉള്ള കൊണ്ടും കഴിക്കാന്നല്ലാണ്ട് കവറും കൊടുക്കൂല. സാധനമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഐറ്റംസ് ഒക്കെ വാങ്ങി വന്ന് കിട്ടും. ഈ 12 പിന്നെ ഇതുണ്ടല്ലോ, അത് മിന്നുവനാ. 12 നൂൽപ്പെട്ട്. ഞങ്ങൾ പുതിയൊരു ഐറ്റം വാങ്ങിക്കി, നൂൽപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം മെഷീന്. അതിമേൽ നൂൽപ്പെട്ട് ഉണ്ടാക്കുന്നത് കാണിക്കണം. ഇനി മുറുക്കും ഐറ്റംസ് എല്ലാം അതിമേൽ ഉണ്ടാക്കും അല്ലേ? കുറച്ച് മഞ്ഞൾ ഈ പിന്നെ നമ്മളെ നൂൽപ്പെട്ടിൻ്റെ അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾ ചേർത്ത് മുറുക്കാവുമല്ലോ അല്ലേ? അത് തന്നെയല്ലേ? അരിപ്പൊടിയല്ല? അങ്ങനെയല്ല ആക്കുക. നമ്മളിപ്പോൾ അങ്ങനെ പല ഐറ്റംസ് അതിമേൽ മിന്ന ഉണ്ടാക്കും കേട്ടോ. എന്താ ഇനി അധികം മെനക്കേടില്ല, എല്ലാം മിഷ്യനാ. അപ്പം അതിൻ്റെ വീഡിയോ വൈകാണ്ട് വരും.
അപ്പോൾ പാല് കാണണോ? താഴത്തിനാണോ? അവിടെ ഉണ്ടാവില്ല അല്ലേ? ആടെ ഉണ്ട് മിൽമാൻ്റെ പൂത്ത്. എടാ അവിടെ കുറച്ച് മുമ്പോട്ട് വണ്ടി അങ്ങോട്ട് എടുക്കാം. ഓ